നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ അച്ഛന്റെ ഒപ്പ് ആ കുട്ടിക്ക് ഇട്ടുകൊടുത്തു അച്ഛൻ അറിഞ്ഞ എന്നെ അച്ഛനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. ശരിയാണ് അമ്മാവ. അടിയന്തര ധനസഹായത്തിന്റെ കീഴിലാണ് അവർക്ക് പണം അനുവദിച്ചിരിക്കുന്നത്. അപേക്ഷയിലുള്ളത് അമ്മാവന്റെ ഒപ്പ് തന്നെ. ഒപ്പിട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ഡേറ്റില. അല്ല, അങ്ങനെ ഒരു അപേക്ഷ ഞാൻ ഒപ്പിട്ടിട്ടില്ലല്ലോ. എന്താണ് ഇവിടെ നടക്കുന്നത്? എന്റെ ഒപ്പിട്ട് ഒരു അപേക്ഷ സാങ്ഷൻ ആയിരിക്കുന്നു, അതും ധനസഹായത്തിന്റെ അപേക്ഷ. എന്റെ കൈപ്പെടാൻ ആർക്കാ ധൈര്യം വന്നത്? ധനസഹായം ലഭിച്ചവരെ എനിക്ക് കാണണം ഇപ്പോ, ഈ നിമിഷം. അവർക്ക് എങ്ങനെയാണ്, എവിടെ നിന്നാണ് എന്റെ ഒപ്പ് കിട്ടിയെന്ന് എനിക്കറിയണം. എനിക്കൊരല്പ സമയം താ അമ്മാവ, ഞാൻ അവരെ ഇവിടെ എത്തിക്കാം. പോയി കൂട്ടിക്കൊണ്ടോ. പാതിയിൽ വെച്ച് ട്യൂഷന് നിർത്തി ആ മന്ത്രിയുടെ മോളെയും കൊണ്ട് പോയതാ രാജു. എന്താ ഇതുവരെ രാജു വരാത്തെ? മനസ്സിൽ വിചാരിച്ചപ്പോ തന്നെ ആളിങ്ങെത്തിയല്ലോ. എന്താ രമേ? അമ്മേ, അമ്മേ, ആഹാ, നീ എത്തിയോ? നിനക്ക് ചായ എടുക്കട്ടെ? ആ വേണ്ടമ്മേ. ലതിക മാഡത്തിന്റെ ട്യൂഷൻ പാതി വഴിയിൽ നിർത്തിയിട്ട് മാഡത്തിനെ വീട്ടിൽ കൊണ്ട് വിട്ടല്ലേ. കുറച്ചു കഴിഞ്ഞ് മാഡത്തിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ട് ട്യൂഷൻ കണ്ടിന്യൂ ചെയ്യണം. നല്ല ചൂടുണ്ട്. അമ്മ കുറച്ച് സംഭാരം എടുക്ക. അവളെ ഇപ്പൊ കൊണ്ടങ്ങ് വീട്ടിലാക്കിയതല്ലേ ഉള്ളൂ, പിന്നെ അവളെ വിളിച്ചോണ്ട് വരാൻ പോവാണോ? ഈ രാജുവിനിത് എന്താ? ദീപക് ധന്യെ വിളിച്ചോണ്ട് വന്ന ഞാൻ അച്ഛന്റെ ഒപ്പ് ആ കുട്ടിക്ക് ഇട്ടുകൊടുത്തു അച്ഛൻ അറിഞ്ഞ എന്നെ അച്ഛനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. ദൈവമേ, അങ്ങനൊന്നും സംഭവിക്കില്ലേ. രാജുന് ഫോൺ ചെയ്യാം. രാജുനെ കൊണ്ട് ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. വേഗം ഫോൺ എടുക്ക്.
രാജു ഒന്ന് ഫോൺ എടുക്ക്. പ്ലീസ് കോൾ എടുക്ക്. ഇവക്ക് വേറെ പണിയൊന്നുമില്ലേ? ട്യൂഷൻ കഴിഞ്ഞങ്ങ് പോയതല്ലേ ഉള്ളൂ. ഇതെന്താ രാജു കോള് കട്ട് ചെയ്തത്? ആ, എന്തായാലും രാജുവിനൊരു മെസ്സേജ് അയച്ചിടാം. രാജു, ദീപക് കിഷോർ സിഗ്നേച്ചർ മാറ്റർ. ഓ ഇപ്പൊ മെസ്സേജോ? രാജു ഉറപ്പായി എന്റെ മെസ്സേജ് വായിക്കും. ഈ പ്രശ്നത്തിൽ നിന്ന് രാജു എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കും. ആർക്കാ എന്റെ ഒപ്പിടാൻ ധൈര്യം വന്നത്? ഒരു മന്ത്രിയുടെ ഒപ്പ് ദുരുപയോഗം ചെയ്യുന്നത് എത്ര വലിയ കുറ്റമാണെന്ന് അറിയാമോ? പ്രതാപ, നീ സമാധാനപ്പെട്. ദീപക് സത്യം കണ്ടുപിടിക്കും. അവനിങ്ങ് വന്നോട്ടെ. ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയല്ലേ നീ? ഈ വീട്ടിൽ നിന്ന് പുറത്താകേണ്ട അവസ്ഥ നിനക്കുണ്ടാകും. അങ്ങനെ എന്റെ മകന്റെ മുന്നിൽ അവന് താലി ചാർത്താനായി നിനക്ക് കഴുത്ത് നീട്ടേണ്ടി വരും. രാജു ഇതുവരെ എന്റെ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ലല്ലോ. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. രാജുവിനെ എന്തെങ്കിലും ചെയ്യാനാവും. ദൈവമേ, രാജു എന്റെ മെസ്സേജ് കാണണേ. രാജു ഉടനെ ഇവിടെ എത്തണേ. അമ്മേ, ഞാനൊന്ന് പുറത്തേക്ക് പോവാണേ. ഋതിക മാഡത്തിന്റെ മിസ്ഡ് കോൾ ഉണ്ടല്ലോ. മാഡം എന്തിനായിരിക്കും എന്നെ വിളിച്ചത്? തിരിച്ചു വിളിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.